നീ ഇപ്പൊ പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, കറക്റ്റ് അല്ലേ? കറക്റ്റ് കാര്യമാണ്. ഈ ടൂർ പോകുന്ന വിവരം ഇന്നലെ രാത്രി ഒരു 12-12:30 ആയപ്പോ ഞാൻ നമ്മുടെ ശ്രീകുട്ടിയെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അപ്പം 12:30 ആയി കാണുന്നത്, ഒരു 8:15 ആയി കാണും. 8:30 ആയപ്പോ 8:15 ആയപ്പം 8 മണി കഴിഞ്ഞപ്പം അവളെ വിളിച്ച് സംസാരിച്ചപ്പോഴും അവൾ ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. സെയിം അഭിപ്രായം. അല്ല, അവളും പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലെ കുട്ടനാട്ടിലെ ഹൗസ് ബോട്ട് കാണുക, കുട്ടനാട്ടിലെ കരിമീൻ കഴിക്കുക, കുട്ടനാട്ടിലെ നെൽവയലോലകൾ കാണുക, അത് കഴിഞ്ഞിട്ട് പിന്നെ പെരിയാറ് കാണുക, പിന്നെ നമ്മുടെ ഭാരതപ്പുഴ കാണുക, കാസർഗോഡ് എന്ന് ബേക്കൽക്കോട്ട കാണുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടല്ലേ ബാക്കി ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ പോകുന്നത്. ധാരാളം സ്ഥലങ്ങൾ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഇന്നലെ പറഞ്ഞ മറ്റേ ഷിംലയും ഗംഗയൊക്കെ അതെന്ന് പറഞ്ഞാലേ നമ്മുടെ ഭാരതപ്പുഴയും പിന്നെ പെരിയാറും കാണാതെ അങ്ങോട്ട് ഗംഗ എടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗംഗ ഓട്ടിക്കും. അതുപോലെ കുട്ടനാടും ബേക്കൽക്കോട്ടയും ഒന്നും കാണാതെ അങ്ങോട്ട് ഷിംലയോട്ട് ഷിംല ഓടിക്കും. ഇതൊക്കെ ഈ പക്ക മലയാളി സ്വഭാവമാണ് കേട്ടാ. ആദ്യം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക, എടുത്ത് ചാടി കൊണ്ട് ഇന്നാ പിടി കെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കും. പിന്നെ അവസാനം പൈസയുടെ കാര്യം വരുമ്പോ നൈസിന് അങ്ങ് വലിഞ്ഞങ്ങ് പോകും. ഈ ഫോറിനേഴ്സിനൊക്കെ കണ്ടു പഠിക്കണം. അവരെ ആഴ്ചയിൽ ഒരു ദിവസം ഫണ്ട് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുക, അറിയാമോ? അതുപോലെ അവർ ഒരു ടൂർ പോകാൻ മാസങ്ങളോളം ഇരുന്ന് പ്ലാൻ ചെയ്താണ് പോകുന്നത്. മസ്റ്റായിട്ടും പോയി 100% കറക്റ്റ്. പക്ഷെ അണ്ണ ഒരു കാര്യമുണ്ട്, അവരെ സ്ഥലം കണ്ടിട്ടാണ് അവർ വേറെ സ്ഥലം കാണാൻ പോണത്. അതവൻ പറഞ്ഞ സത്യവാ. അന്നെന്താണ് ഇങ്ങനെ മാറ്റി മാറ്റി പറയണത്? എന്തൊരു കഷ്ടമാണത്. എനിക്കറിയാം നിങ്ങൾ ഈ പൈസയുടെ കാര്യം വന്നതിനാണ് ഈ കിടന്ന് ഉരുണ്ട് പറയണത്. കാശിന്റെ കാര്യം വരുമ്പോ ഒരു ചെറിയ ഉരുൾച്ച എല്ലാവർക്കും ഉണ്ടാവും. അത് നീ പറഞ്ഞ സത്യം. നമുക്ക് ഇവിടുത്തെ സ്ഥലം കാണണ്ടേ? ഇവിടുത്തെ സ്ഥലം കാണണമല്ലോ. ഇവിടുത്തെ സ്ഥലം കാണണം. അപ്പൊ ഈ അമേരിക്കയിൽ പോയിട്ട് നെഞ്ച് വിരിച്ച് റോഡിൽ കൂടെ നടക്കണം എന്നൊക്കെ പറഞ്ഞ എടി, അത് നമ്മുടെ നാട്ടിൽ നെഞ്ചു വിരിച്ചിട്ട് പോരാ ബാക്കി വെളിയിലോട്ട്. നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാസർഗോഡ് കാണുന്നു, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒന്ന് കണ്ണൂര് കാണുന്നു, മലപ്പുറം കാണുന്നു, കോഴിക്കോട് നെഞ്ച് വിരിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് ഇനിയോട്ട് വരാനുണ്ട്. പാലക്കാട് കാണുന്നു, വയനാട് കാണുന്നു, അത് കഴിഞ്ഞ് എറണാകുളം കാണുന്നു, തൃശ്ശൂര് കാണുന്നു, അത് കഴിഞ്ഞ് ആലപ്പുഴ കാണുന്നു, ഇടുക്കി കാണുന്നു, തിരുവനന്തപുരം കംപ്ലീറ്റ് കാണുന്നു. ഇവർക്ക് ഇത് ഒരു കാര്യം ഇതിലൊന്നും ഒരു എഫക്ട് ഇല്ല. ഇതൊക്കെ ചെന്ന് ആ ചാണ്ടിച്ചാന്റെ അടുത്ത് പറഞ്ഞു നോക്ക്, വല്ലതും കിട്ടൂ. അയർലാൻഡ് എവിടെ കിടക്കണം? നമ്മളെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളക്കണം രക്തം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറഞ്ഞ എല്ലാം കൂടെ വെച്ച് പക്ഷെ നിങ്ങൾ എന്നെ അടിക്കല്ലേ? ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോ അടിക്കും. നീ പറയടാ, കാര്യം പറ. നിങ്ങളാണെങ്കിൽ കേരളം കാണുന്നതിന് മുമ്പ് നമ്മളെ സ്ഥലം ആദ്യം കാണാൻ നോക്ക്. നമ്മൾ എവിടെയെങ്കിലും പോയി ആദ്യം അയൽവക്കത്തെ കാര്യല്ലേ പരിചയപ്പെടുന്ന, അതേപോലെ തന്നെ. കൊള്ളാവടാ, നീ പറഞ്ഞത് 100% കറക്റ്റ് പോയിന്റാ. പറഞ്ഞ പക്ക പോയിന്റാ അളിയാ. സത്യം. അതായത് നമ്മള് കേരളം കാണുന്നതിന് മുമ്പേ നമുക്ക് ചുറ്റുവെള്ള നമ്മുടെ വീട്ടിൽ ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങൾ കാണും. കറക്റ്റാ. എടാ നീയേ ശങ്കരനല്ലടാ, പൊന്നപ്പനാ, പൊന്നപ്പൻ. സന്തോഷമായല്ലോ അല്ലേ? സന്തോഷമായല്ലോ അല്ലേ? നീ ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കാമല്ലോ. അല്ല, അത് മതി കുഞ്ഞളിയാ. പിന്നെ സന്തോഷിക്കണ്ടേ? ഇവിടെ എന്തോന്ന് കാണാതിരിക്കണ്? ഇവിടെ എന്തെല്ലാം കാണാൻ കിടക്കുന്നത്. പറഞ്ഞാലേ മാമാ, നമ്മുടെ നാടിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെന്തിന്റെ ഭംഗിയാന്നറിയോ? 5 കോടി കപ്പലണ്ടിക്ക് ആകെ 50 രൂപയെ ചെലവായിട്ടുള്ളൂ. 5 ലക്ഷം ചെലവാക്കി പോണേനെക്കാളും കൊള്ളാമല്ലോ. അതിന്റെ ഭംഗിയാണ്. നീ അങ്ങനെ പറയല്ലേ,
നമ്മളിപ്പോ ഇവിടെ വന്നപ്പോഴേ നമ്മൾ എത്ര പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു. ശരി തന്നെ. മോളെ നിന്റെ മുഖത്ത് എത്ര വലിയ തെളിച്ചൊന്നും ഇല്ലാത്തൊരു രീതി. ദുർമിഷ്ടത. അങ്ങനൊന്നുമില്ല. അല്ല എന്താ ഉണ്ട്? ഇല്ല, സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഈ ഒരു അവസരത്തില് ശ്രീകുട്ടിയും കൂടെ വേണം. എന്താ ആര്? അല്ല വരണമെന്നുണ്ട് വന്നില്ലേ? അല്ല പിന്നെ ഒരു അവസരത്തിൽ വരും. നമ്മുടെ നാടിന്റെ ഭംഗി വേറെ ഒരു സ്ഥലത്തിനും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വിദേശത്ത് പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അല്ലാതെ ഒരാവശ്യമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല മക്കളെ. നമ്മുടെ സ്ഥലം കണ്ടില്ലെങ്കിലാണ് നമ്മൾ നാണിക്കേണ്ടത്. നല്ല സ്ഥലം. നീ കോഞ്ഞടിക്കണ തന്നെ. അല്ല, ഞാൻ സത്യമായിട്ട് പറഞ്ഞു. നല്ല കാറ്റ്, നല്ല രസമുണ്ട്. നല്ല സ്ഥലം. പാനം വല്ല ഇരിപ്പുണ്ടോ? ഇല്ല എന്താന്നാ? അല്ല അവനെ ഈ അരിഷ്ടമുണ്ട്, ഈ വിമ്മിഷ്ടം വരുമ്പോ കഴിക്കാനുള്ള അത് എടുത്തില്ലയോ? ഗ്യാസിന്റെ മക്കളെ, ഗ്യാസിന്റെ ഗ്യാസ്. അയ്യോ, ഓ ഗ്യാസിന്റെ. എല്ലാവർക്കും ഭയങ്കര ഗ്യാസ് ട്രബിൾ ആണല്ലോ. എവനെനിക്ക് മാത്രം ഗ്യാസ് ട്രബിൾ ഒന്നും ഇല്ലല്ലേടാ.